ഇതൊരു സ്വപ്നയാത്രയാണ് ഞങ്ങൾക്ക്. ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങൾ, അത് സാക്ഷാത്കരിക്കാൻ ഒരുപാട് പ്ലാനിങ്ങും ആവശ്യമാണ്. ഹൈവേ കിങ് ക്ലബ് മെമ്പർ ആയതുകൊണ്ട് കുമാർ എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു തന്നു. അവരുടെ മാപ്പിങ്ങും റൂട്ടിലെ സജഷൻസൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തന്നു. അതേപോലെ തന്നെ ലഡാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പെർമിറ്റുകളും ഞങ്ങൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് കിട്ടിയിരുന്നു. ഡെയിലി പ്ലാൻസൊക്കെ ഇൻ പ്ലേസ് ആയിരുന്നു. അതേപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്സ് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഫിക്സ് ചെയ്തു. അതൊരു ലുക്കലൈക്കാണ്, എന്നാലും അത് ചെയ്തു. ലഗേജസ് ഒത്തിരി ഉണ്ടായിരുന്നു, വിൻ്റർ ക്ലോത്ത്സും ഒക്കെ ആയിട്ട്. അത് ഞങ്ങൾ മിഡിൽ റോ സീറ്റൊക്കെ ഫോൾഡ് ചെയ്ത് ഞങ്ങൾ 3 പേർക്കുള്ള സീറ്റിംഗ് മാത്രം വെച്ച് അത് അറേഞ്ച് ചെയ്ത് വെച്ചു. കുട്ടു അമൃത്സർ വെച്ചിട്ടാണ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സെപ്റ്റംബർ 12, 2023 കാലത്ത് 4:15 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല മഴയത്ത് കോഴിക്കോട് മലാപ്പുറമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. അത് ചുരത്തിലുടനീളം ഉണ്ടായിരുന്നു. വയനാട് ചുരമൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ കർണാടക സ്റ്റേറ്റിനെ ലക്ഷ്യമാക്കി അങ്ങനെ മഴയത്ത് യാത്ര തുടങ്ങി. നല്ല മഴ തന്നെയായിരുന്നു കേരളത്തിലുടനീളം. അങ്ങനെ ഞങ്ങൾ കർണാടക സ്റ്റേറ്റിൽ കയറിയപ്പോൾ കുറച്ച് ഒരു മഴയ്ക്കൊരു ആശ്വാസം തോന്നി. കുറച്ച് വെയിൽ കാണാൻ തുടങ്ങി. അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂർ പുതിയ എക്സ്പ്രസ് വേയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ശ്രീരംഗപട്ടണത്തിലേക്ക് പോകാം. ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി തിരിച്ചു വന്ന് ശ്രീരംഗപട്ടണം വഴി മുന്നോട്ട് നീങ്ങി. കൃഷിയിടങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചാണ് ഞങ്ങളുടെ യാത്ര. നല്ല പച്ചപ്പ് തോർന്ന വഴിയാണ് ശ്രീരംഗപട്ടണം വഴി നമ്മൾ ചിത്രദുർഗയിലേക്ക് പോകുന്ന വഴികൾ. ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കൃഷികളൊക്കെ കണ്ട് ഇടയ്ക്ക് ഓരോ ബ്രേക്കൊക്കെ എടുത്ത് ചിത്രദുർഗ എത്തി. ചിത്രദുർഗ നമുക്കൊരു യൂറോപ്പിന് സമാനമായ ഒരു ഭൂപ്രകൃതിയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഒരുപാട് വിൻമിൽസ് കാണാം, ഒരുപാട് മലകളും നല്ല ബ്യൂട്ടിഫുൾ റോഡ്സും. ചിത്രദുർഗ വിശദമായി പിന്നീട് ഒരിക്കൽ കാണാം. വഴിയരികിൽ നിന്ന് ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പിന്നീട് വീണ്ടും മുന്നോട്ട് തന്നെ. വിൻമില്ലൊക്കെ പല തരത്തിലുള്ള വിൻമില്ലാണ്. ഈ ഒരു വിൻമില്ല് കണ്ട് ഞങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റി കാരണം ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം അതിനെ അടുത്തായതുകൊണ്ട് വീക്ഷിച്ചു. ഇനി ഞങ്ങളുടെ ലക്ഷ്യം ഹൊസ്പേട്ട് ആണ്. ഹൊസ്പേട്ട് എത്തുന്നതിന് തൊട്ട് മുൻപാണ് തുംഗഭദ്ര റിസർവോയർ. ഇവിടെ ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് വരാറുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ പോയ സമയത്ത് അധികം ബേർഡ്സിനൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും അവിടെ വളരെ നല്ലൊരു സീനിക് വ്യൂ ആണ് നമുക്ക് മുന്നിലുണ്ടായത്. ഒരു ചെറിയ പാർക്കും ഉണ്ട്. ഒരുപാട് ആൾക്കാർ, എനിക്ക് കൂടുതലും അവിടെ ആ പ്രദേശങ്ങളിലുള്ള ആൾക്കാർ വൈകുന്നേരങ്ങളിലൊക്കെ ഈ വഴിക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ വന്ന് ചിലവഴിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ ആദ്യത്തെ ടണലാണ്, വളരെ ചെറിയ ടണലാണ്. ഇത് ഹൊസ്പേട്ട് എത്തുന്നതിന് തൊട്ട് മുൻപാണ്. നമുക്കൊരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പെട്ടെന്ന് കാണാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ നമ്മൾ ഹൊസ്പേട്ട് ടൗണിലേക്ക് ഇറങ്ങുകയാണ് ആ ഹൈവേയിൽ നിന്ന്. ഞങ്ങളുടെ ഹോട്ടൽ ഹൊസ്പേട്ടിലാണ്. അവിടെ ഞങ്ങൾ പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്ത് ബാഗേജൊക്കെ വെച്ച് സൺസെറ്റ് കാണാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഹംപിയിലേക്ക് യാത്ര തിരിച്ചു. വിരൂപാക്ഷ ടെമ്പിൾ ഹംപിയിലെ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട ഒരു മോണ്യുമെൻ്റാണ്. 7 മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമുണ്ട് ഈ പ്രദേശത്തിന്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ അമ്പലവും. ഒരുപാട് ടൂർ ഗൈഡ്സ് ഉണ്ട്. ഞങ്ങളൊരു കുറച്ച് നേരത്തേക്കാണെങ്കിൽ ഒരു ടൂർ ഗൈഡിനെ വെച്ചിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഹംപിയിലെ പല അമ്പലങ്ങളും നശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും
ഈ അമ്പലം വളരെ വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലത്തിലാണ് ഇപ്പോഴും പൂജകളും മറ്റും നടക്കുന്ന ഏക അമ്പലം ആ ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻറ്റ്സിലെ. ഹംപിയിലെ മ്യൂസിക്കൽ പില്ലേഴ്സ് വളരെ അതിശയമുളവാക്കുന്നതാണ്. എന്തായാലും ബീഡറെ കണ്ടപ്പോൾ അല്ലേ വിരൂപാക്ഷ ടെമ്പിൾ കാണുന്നതിനിടയിൽ ഒരു മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ സൺസെറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നതൊക്കെ വെറുതെ ആവുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് പോയി, മാനമൊക്കെ വീണ്ടും തെളിഞ്ഞു. ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ആ ഹേമകൂട ഹില്ലെന്നാണ് ഈ പ്രദേശങ്ങൾ പറയുക. അവിടെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പഴയ മോണ്യുമെൻറ്റ്സ് ഉണ്ട്. ബ്യൂട്ടിഫുൾ സൺസെറ്റാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഏതായാലും ഇത്രയും ദൂരം കോഴിക്കോട് നിന്ന് ഹംപി വരെ ഒരു ദിവസം യാത്ര ചെയ്ത് വൈകിട്ട് ഇങ്ങനെ ഒരു സൂര്യാസ്തമയം കാണുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചതേയല്ല. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സൺസെറ്റൊക്കെ കണ്ട് ഒരുപാട് ആസ്വദിച്ച് അവിടെ അങ്ങനെ ആ ഒരു വൈകുന്നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ തിരിച്ചെത്തി. ഒരുപാട് ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് തന്നെ നല്ല ഭക്ഷണമായിരുന്നു അവിടുന്ന് ഹോട്ടലിൽ തന്നെ ഹോസ്പിറ്റലിൽ. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയും പിറ്റേ ദിവസം ഫുള്ള് ഹംപി കാണേണ്ട ഒരു ദിവസമായതുകൊണ്ടും റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു.